iPhone 15 സീരീസ് അങ്ങനെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറേ അധികം മാറ്റങ്ങളും കാര്യങ്ങളും ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബേസ് മോഡലായുള്ള iPhone 15 വന്നിരിക്കുന്ന 15 മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാറ്റങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത മാറ്റങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസാണ് ഈ ഒരു 15 വന്നിരിക്കുന്നത്. 14 പ്രോയിലും അതുപോലെ തന്നെ 15 പ്രോയിലും ഉള്ള ആ ഒരു 48 മെഗാ പിക്സലിൻ്റെ ലെൻസ് അല്ല 15 വന്നിരിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ലെൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അവരുടെ ഇവന്റിൽ അത്ര മെൻഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. ഈ ഒരു 48 മെഗാ പിക്സൽ സെൻസർ എന്ന് പറയുന്നത് ആക്ച്വലി സ്മോൾ ആയിട്ടുള്ള ഒരു 48 മെഗാ പിക്സൽ സെൻസറാണ്. നമ്മളിപ്പോൾ അതിന്റെ പിക്സൽ സൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 14 പ്രോയിലും 15 പ്രോയിലും വന്നുള്ള ആ ഒരു മെഗാ പിക്സലിനെക്കാളും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ ഒരു മെഗാ പിക്സലാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതായത് 14 പ്രോയിലും 15 പ്രോയിലും 2.44 മൈക്രോൺസ് ആണ് അതിന്റെ സൈസ് വരുന്നത്. ഈ ഒരു 15 നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മൈക്രോൺസ് ആണ് ഈ ഒരു 15 സീരീസിൽ വന്നിരിക്കുന്ന ആ ഒരു ലെൻസിന്റെ ആ ഒരു പിക്സൽ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 14 പ്രോയിലും അതുപോലെ 15 പ്രോയിലും ഉള്ള ആ ഒരു 48 മെഗാ പിക്സൽ സെൻസർ അല്ല, അല്ലെങ്കിൽ ആ ലെൻസ് അല്ല ഈ ഒരു 15 സീരീസിൽ വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ സ്മോൾ ആയുള്ള ലെൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 24 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 24 മെഗാ പിക്സലിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 15 സീരീസിൽ എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് 2 മടങ്ങ് ഷാർപ്പായുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും കിട്ടുന്നത്. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് സ്മാർട്ട് HDR5 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് സ്മാർട്ട് HDR4 എന്ന് പറയുന്നതായിരുന്നു. അതായിരുന്നു ആപ്പിളിൻ്റെ HDR പ്രോസസ്സിംഗ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതുണ്ടായിരുന്നതെന്ന് പറയുന്നത് iPhone 13 അതുപോലെ തന്നെ iPhone 14 ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു. കാരണം വെച്ചാൽ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വളരെയായിട്ട് ബ്ലോ ഔട്ട് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഹൈലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അതിങ്ങനെ പൊട്ടിത്തെറിച്ചിരിക്കുന്ന മാതിരിയുള്ള ഒരു എഫക്റ്റ് ആയിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ആ ലൈവ് ഇവന്റിൽ കാണിച്ചിരിക്കുന്ന ഇമേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് HDR5 വരുന്ന സമയത്ത് അത് ഫിക്സ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ക്യാമറ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് എത്രമാത്രം അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. നാലാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു 15 സീരീസിൽ നമുക്ക് പ്രോറസും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പ്രോ റോയും ഉണ്ടാവില്ല. ഈ ഒരു 2 ഓപ്ഷനും നമുക്ക് പ്രോ മോഡൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനൊക്കെ പ്രോറസും അതുപോലെ പ്രോ റോയൊക്കെ നമ്മൾ ആ 15 പ്രോ ആ ഒരു സീരീസിൽ മാത്രമായിരിക്കും കിട്ടുള്ളൂ. അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മോഡൽസിലും വന്നിട്ടുണ്ട്. അതായത് USB Type-C പോർട്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ വരും എന്നുള്ളത്. അത് അവർ ബേസിക്കലി അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്ഷൻ അല്ല. അത് യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു റൂൾ പ്രകാരം അവർ കൊണ്ടുവന്നതാണ്. അല്ലായിരുന്നെങ്കിലും ഈ ഒരു 15 സീരീസ് വന്നായിരുന്നെങ്കിൽ, ഈ ഒരു റൂൾ ഇല്ലായിരുന്നെങ്കിൽ അവർ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരില്ലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ സ്പീഡ് കുറഞ്ഞുള്ള ഒരു USB പോർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 2.0 ആണ് എൻ്റെ USB സ്പീഡ് എന്ന് പറയുന്നത്. അതും ഈ ഒരു ഫോൺ, അതായത് ഇപ്പോൾ ഉള്ള ഫോൺ മാർക്കറ്റിൽ വെച്ച് ഏറ്റവും സ്ലോ ആയുള്ള ഒരു സ്പീഡാണ് നമുക്ക് ഈ ഒരു 15 സീരീസിൽ കിട്ടുന്നത്. ആറാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഫോസ്റ്റർ ഗ്ലാസ് ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരത്തെ പ്രോ മോഡൽസിൽ മാത്രമായിരുന്നു ഗ്ലാസ് ബാക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ബേസ് മോഡലിലേക്കും അവർ ആ ഒരു ഗ്ലാസ് ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരൊരു പുതിയ പ്രോസസ്സ് യൂസ് ചെയ്താണ് അവർ ആ ഒരു ഗ്ലാസ് ബാക്കിന് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ചുമ്മാ പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ എന്ന് പറയുന്നത് പുതിയ കളേഴ്സും കാര്യങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് ആ ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഗ്ലാസ് ബാക്കുള്ള ബ്ലാക്ക് കളറായിട്ടുള്ള എഡിഷൻ, ആ ഒരു മോഡലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ അതിൻ്റെ ഫ്രെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക് സൈഡ് ആയിക്കോട്ടെ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിരിക്കുന്നതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എട്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് അവരധികം മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല ലൈവ് ഇവന്റിൽ. അതായത് ഈ ഒരു 15 സീരീസിൽ അവർ കുറച്ചുകൂടെ ഫ്രെയിം കുറച്ചുകൂടെ റൗണ്ടർ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും അവർ ആ ലൈവ് ഇവന്റിൽ പറഞ്ഞിട്ടുണ്ടായില്ല. ഇത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, മറ്റു കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു റൗണ്ടറിനെക്കാളും കുറച്ചുകൂടെ ആ ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പുതിയ ലെതർ മെറ്റീരിയലും കാര്യങ്ങളും അവരുടെ ആ ഒരു ലൈവ് ഇവന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഐഫോണിൻ്റെ കേസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈക്കോ ഫ്രണ്ട്ലി ആയുള്ള രീതിയിലുള്ള മെറ്റീരിയലും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഫൈബർ ബേസ്ഡ് ആയുള്ള അല്ലെങ്കിൽ ആ ഒരു ലെതർ ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു സിന്തറ്റിക് ഫൈബറിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു ലൈവ് ഇവന്റ് മുഴുവനും മൊത്തം ഒരു ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐഫോൺ സീരീസിൽ വെച്ച് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയുള്ള ബ്രൈറ്റ്നസ് ആണ് ഇപ്പം എല്ലാ മോഡൽസിലും കിട്ടുന്നത്. അതായത് ഈ ഒരു 15 സീരീസിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2000 നിറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസും കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു പ്രീവിയസ് വെർഷനിൽ iPhone 14 പ്രോയിലായിരുന്നു നമുക്ക് ഈ ഒരു 2000 നിറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസ് കിട്ടുന്നത്. 14 എനിക്ക് തോന്നുന്നു 800 നിറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് 15 സീരീസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2000 നിറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊരു മാസീവായുള്ള ബ്രൈറ്റ്നസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വെയിലത്തൊക്കെ പോയി യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം പ്രോ മോഡൽസിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കുറേയധികം വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുറേയധികം ക്ലോൺ ആപ്ലിക്കേഷനുകളും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഓപ്ഷൻ അത് നമ്മുടെ ഇപ്പം 15 സീരീസിലും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം കുറേയധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അതിലും സപ്പോർട്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സീരീസിൽ ലോഞ്ച്
ലോഞ്ച് ചെയ്ത ഒരു ചിപ്സെറ്റ് ആയിരുന്നു A16 ബയോണിക് ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ ബേസ് മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രോ മോഡൽസിലുള്ള A17 ബയോണിക് ചിപ്സെറ്റ് അത് പ്രോ മോഡൽസിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു 15 സീരീസിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് വെർഷൻ്റെ ആ ഒരു A16 ബയോണിക് ചിപ്സെറ്റാണ് കൊണ്ടുവരുന്നത്. അത് അത്ര മോശമൊന്നുമല്ല, നല്ല പവർഫുള്ളായുള്ള ചിപ്സെറ്റ് തന്നെയാണ്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെങ്കിൽ അവർക്ക് ആ ഒരു A17 ചിപ്സെറ്റ് ഈ ഒരു 15 സീരീസിൽ ഉൾപ്പെടുത്തായിരുന്നു. എന്തായാലും ഒരു പ്രൈസ് ഇത്രയും കത്തിയായിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പം ആ ഒരു ചിപ്സെറ്റ് വെക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അടുത്ത വർഷം iPhone 16 സീരീസിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ബേസ് മോഡലിൽ 16 ഈ ഒരു A17 ചിപ്സെറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. 2x സൂമും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു 15 സീരീസിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്രോ മോഡൽസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു 15 സീരീസിലും വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം iPhone 14 പ്രോയിലായിരുന്നു 2x സൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 15 സീരീസിൽ നമുക്ക് 2x സെൻസർ ക്രോപ്പ് സൂമും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നുള്ളൊരു ഫീച്ചറാണ് അതായത് ഓട്ടോമാറ്റിക് പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ റെഗുലർ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ അവർ ഡിറ്റക്ട് ചെയ്തിട്ട് അത് പോർട്രേറ്റ് മോഡിലാണോ എടുത്തത് അല്ലെങ്കിൽ നോർമൽ മോഡിലാണോ എടുത്തതെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് താഴെ തരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഓൾറെഡി എടുത്തൊരു ഫോട്ടോയിന് അത് നിങ്ങൾക്ക് സബ്ജക്റ്റ് മാറ്റിയിടാം, അതായത് അതിൻ്റെ ഫോക്കസ് മാറ്റാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്താണ് ആ ഫോട്ടോ എടുത്തതെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫോക്കസ് അങ്ങോട്ടാക്കാനുള്ള ഓപ്ഷൻ കൂടെ ഇപ്പോൾ ഈ ഒരു പുതിയ പോർട്രേറ്റ് മോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ഫീച്ചറും കൂടെ ഈ ഒരു 2x സെൻസർ ക്രോപ്പ് ഉണ്ടല്ലോ, അതും ഈ ഒരു പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അവസാനത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് മാക്രോ ലെൻസ് ഈ ഒരു മോഡലിൽ വരുന്നില്ല, അല്ലെങ്കിൽ മാക്രോ ഓപ്ഷൻ നമുക്ക് ഈ ഒരു 15 സീരീസിൽ വരുന്നില്ല. കഴിഞ്ഞ വർഷം പ്രോ മോഡൽസ് നമുക്കിത് അവൈലബിൾ ആയിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ 15 പ്രോയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു 14 പ്രോയും അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു 15 വെച്ച് നോക്കുന്ന സമയത്ത് സിമിലർ ആയുള്ള ക്യാമറ സെറ്റപ്പ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. പ്രോ മോഡൽസിൽ ആക്ച്വലി ആ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാക്രോ ഫോട്ടോസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 15ലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊന്നുമല്ല, ഇത് കൂടുതലുണ്ട് ചേഞ്ചസും കാര്യങ്ങളും. അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ iPhone 15 പ്രോയിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസിനെ കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു 15 വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ബെറ്റർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.